ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. സമരം 31 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ അനുകൂല തീരുമാനം സ്വീകരിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുന്നു LPST റാങ്ക് ഹോൾഡേഴ്സ്. നാളെ മുതൽ കൂടുതൽ പേർ അനിശ്ചിതകാല കൂട്ടനിരാഹാരം കിടക്കും. കഴിഞ്ഞ 7 ദിവസമായി ഉദ്യോഗാർത്ഥി വളർമതി നിരാഹാര സമരത്തിലാണ്. സുനിഷ അയ്യലൂർ വിവരങ്ങൾ നൽകും. സുനിഷ, അപ്പോൾ സർക്കാർ പലതരത്തിൽ ഈ ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കുന്നുണ്ട്. മന്ത്രി എൻ ശംസുദ്ദീൻ തന്നെ നേരിട്ട് ഉറപ്പുകളൊക്കെ നൽകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതിലൊന്നും ഉദ്യോഗാർത്ഥികൾ തൃപ്തരാകുന്നില്ല. ഇനി അവരുടെ സമരത്തിന്റെ ഒരു അടുത്ത ഘട്ടം അത് ഏത് നിലയിൽ കൊണ്ടുപോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? ഷിഹാസ, സെക്രട്ടേറിയറ്റ് പഠിക്കൽ LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 31 ദിവസം പിന്നിടുകയാണ്. ഉദ്യോഗാർത്ഥി വളർമതി ഇവിടെ നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കൂടി പിന്നിടുകയാണ്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു നിലപാടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഠിച്ചു പരീക്ഷ എഴുതി എന്തിനിങ്ങനെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇത്തരത്തിലൊരു സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം. ഇപ്പോൾ സർക്കാർ പറഞ്ഞതുപോലെ 6 തവണയൊക്കെ ചർച്ച നടത്തിയെന്ന് പറയുമ്പോഴും ഇവർ പറയുന്നത് കൃത്യമായി ഒരു സർക്കാർ ഒരു വിശാലാർത്ഥത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളത് തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യവും. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ഘട്ടം എന്ന രീതിയിൽ സമരം ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കടക്കുന്നത്. ഇതാ വളർമതി ഇവിടെ നിരാഹാരം കിടക്കുകയാണ്. എത്രത്തോളം സംസാരിക്കാൻ കഴിയുമെന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. ചേച്ചി, സമരം കടുപ്പിക്കുകയാണ് നാളെ മുതൽ. അതെ, സമരം കടുപ്പിച്ചേ മതിയാവും. കാരണം ഇത്ര ദിവസം ഒരാൾ നിരാഹാരം കിടന്ന് ആ ആളുടെ ജീവന് വിലയില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സർക്കാർ ഇത് അനുഭാവപൂർവമായി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പറയുന്ന ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഇവിടെ കിടക്കുമ്പോൾ അത് എന്തിനാണ്, അല്ലെങ്കിൽ അതിനനുകൂലമായ നടപടി നമുക്ക് സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വാസവാക്ക് പകരേണ്ട സർക്കാരാണ് ഇപ്പോൾ വെറും ഒരു ലെറ്റർ അവർ പറഞ്ഞ അതേ വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി തന്നിരിക്കുന്നത്. അതും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇതിന് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ഉണ്ടെന്ന് പറയുന്നത് ധനമന്ത്രി വി സതീശൻ സാറാണ്. ആ സമയത്ത് എങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിനകത്തൊരു ഉറപ്പ് തരാൻ പറ്റുക? ഇതിനകത്തൊരു ഉറപ്പില്ല. പഠിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനോടൊപ്പം സമരം നിർത്തിവെക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊരു കൃത്യമായ ഒരു ചർച്ച നടക്കണം. അതിനകത്ത് നമ്മളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവർ തന്ന ലെറ്ററിന് മറുപടിയായിട്ട് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പരിഗണിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിക്കട്ടെ. അതിനകത്ത് നമ്മൾ റേഷ്യോ കുറയ്ക്കുക എന്നുള്ള ആവശ്യം മാത്രമല്ല, 5 ആവശ്യങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അടിയന്തരമായി ചെയ്യാവുന്ന ആവശ്യങ്ങൾ പരിഗണിക്കണം. രേഖാമൂലമുള്ള ഉറപ്പെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണ്. ഉറപ്പ് ആ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് സമരം പിൻവലിക്കാൻ കഴിയൂ. അതാണ് ഷിഹാസ്, ഇവർ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഇവർ 5 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ആവശ്യങ്ങളൊന്നും കൃത്യമായൊരു മറുപടി നൽകുന്നില്ല. ഈ പറഞ്ഞതുപോലെ 2 മാസത്തെ സാവകാശം വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ എങ്ങനെ സമരം പിൻവലിക്കും എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. കൃത്യമായി ഇവർ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അത് രേഖാമൂലമെങ്കിലും നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. മറ്റൊന്ന്, കൃത്യമായ ഒരു ചർച്ച. ഇപ്പോഴും 6 തവണ ചർച്ച നടത്തി എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ഈ ചർച്ച നടന്നത് എന്നുള്ള ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. കാരണം അത്തരത്തിൽ വിശാലമായ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ചർച്ച ഇതിൽ ആവശ്യമാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നാളെ മുതൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്നുള്ളതാണ്. ഇന്ന് ഒരാളാണ് നിരാഹാര സമരം കിടക്കുന്നതെങ്കിൽ നാളെ മുതൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരം കിടന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്ന ന്യായമായ ആവശ്യങ്ങൾ. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സർക്കാർ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട്. ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഇവർ പറയുന്ന ആവശ്യങ്ങൾ അത് സാവകാശം ചോദിക്കുന്നതിന് പകരം ഇവർ പറയുന്ന ആവശ്യങ്ങളോട് ഏത് രീതിയിൽ അനുഭാവപൂർണമായ ഒരു നിലപാട് അറിയിക്കാൻ കഴിയും അത് രേഖാമൂലം തന്നെ എഴുതി നൽകുക എന്നുള്ളതാണ്. അല്ല എങ്കിൽ ഇതേ രീതിയിൽ ഇപ്പോൾ 31 ദിവസമാണ്. പക്ഷെ വരുന്ന ദിവസങ്ങളിലും സമരം ശക്തിപ്പെടും. സമരത്തിന്റെ രൂപങ്ങൾ മാറും. വലിയ തരത്തിൽ തന്നെ കടുത്ത രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ അറിയിക്കുന്നത്. ഷിഹാസ്, ശരി, സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഒത്തുതീർപ്പിനില്ല, സമരം പിൻവലിക്കാനില്ല എന്ന് മാത്രമല്ല സമരം കൂടുതൽ കടുപ്പിക്കാനാണ് തീരുമാനം. LPST റാങ്ക് ഹോൾഡേഴ്സാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. വളർമതി ഇപ്പോൾ 7 ദിവസമായി ഇപ്പോൾ ആ സംസാരിച്ച പെൺകുട്ടി ഒരാഴ്ചയായി നിരാഹാര സമരത്തിലാണ്. നാളെ മുതൽ കൂടുതൽ പേർ അനിശ്ചിതകാല കൂട്ടനിരാഹാരം കിടക്കാനാണ് അവരുടെ തീരുമാനം.